എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഞാൻ രാധാ കരിപറമ്പിൽ. ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനമാണല്ലോ. ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഒരു സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യമേ പറയട്ടെ, ഞാനൊരു സ്ത്രീയായി ജനിച്ചതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു, അതോടൊപ്പം സന്തോഷിക്കുകയും ചെയ്യുന്നു. എനിക്ക് ഈ സമൂഹത്തോടും പ്രത്യേകിച്ച് സ്ത്രീകളോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ത്രീയും ഒരു പുരുഷനും ഉണ്ടായാൽ മാത്രമേ ഒരു കുട്ടിക്ക് ജന്മം എടുക്കാൻ സാധിക്കുള്ളൂ. അതായത് ഞാനിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം എൻ്റെ അച്ഛനും അമ്മയുമാണ്. അവർ സ്ത്രീയും പുരുഷനുമാണ്, അല്ലേ? അപ്പോൾ ഒരു സ്ത്രീയെയും പുരുഷനെയും ബഹുമാനിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ സ്ത്രീ എന്ന് വെച്ചാൽ, പുരുഷൻ എന്ന് വെച്ചാൽ ഇവർ മനുഷ്യരാണ്. ഇവരെ മനുഷ്യരായി കാണാനുള്ള ഒരു മനോഭാവമാണ് ഓരോ സ്ത്രീക്കും ഓരോ പുരുഷനും ഉണ്ടാവേണ്ടത്. അത് ശരിയല്ലേ? ഈ വനിതാ ദിനത്തിൽ ഓരോ വനിതകളോടും ഓരോ പുരുഷന്മാരോടും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല. നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്കുള്ള പണം സ്വയം കണ്ടെത്തുക എന്ന ഒരു ഉത്തരവാദിത്തം ഓരോ സ്ത്രീയുടെയും ഓരോ പുരുഷന്മാരുടെയാണ്. ഒരു വിവാഹം കഴിച്ച് ഒരു കുടുംബജീവിതത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ ഭാവി ജീവിതം എങ്ങനെ ആവണം എന്ന് തീരുമാനിക്കുന്നത് ആ സ്ത്രീയാണ്, പുരുഷനാണ്. ഈ സ്ത്രീയും പുരുഷനും കൂടി ചേരുമ്പോഴാണ് അതൊരു കുടുംബമായി തീരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ലെങ്കിൽ ഒരിക്കലും ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അതിനുവേണ്ടി ഓരോ സ്ത്രീകളും ഓരോ പുരുഷന്മാരും സ്വന്തമായി ജീവിക്കാൻ ആവശ്യമായ പണം കണ്ടെത്താനുള്ള ഒരു ജോലി സമ്പാദിക്കുക എന്നത് ഇന്നത്തെ കാലഘട്ടത്തിലും ഏത് കാലഘട്ടത്തിലും വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ടൂർ പോകണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിധത്തിലുള്ള ആവശ്യങ്ങൾ വരികയാണ്, ചികിത്സ ആവശ്യം വരികയാണ്, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആവശ്യങ്ങൾ നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് പണം ആവശ്യമാണ്. ഇതിനെന്ത് വേണം? നിങ്ങൾക്കൊരു ജോലി വേണം, സ്ഥിരമായിട്ടുള്ള ഒരു ജോലി വേണം. അത് സ്ത്രീ എന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല. ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ സ്ത്രീകളോടും ഓരോ പുരുഷന്മാരോടുമാണ് ഈ സംസാരിക്കുന്നത്. ഇത് എൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാവും. അത് ആ അഭിപ്രായങ്ങൾക്കനുസരിച്ച് നിങ്ങൾ ജീവിക്കുക. അതിൻ്റെ ഗുണവും അതിൻ്റെ ദോഷവും നിങ്ങൾ തന്നെ അനുഭവിക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാൻ സാധിക്കൂ. ഒരു ഇൻഷുറൻസ് ഏജൻറ് എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളുടെ അടുത്ത് വേറൊരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട്. അതായത് നിങ്ങളുടെ ജോലി ചെയ്ത് സമ്പാദിച്ചുണ്ടാക്കുന്ന പണത്തിൽ നിന്നും നിങ്ങളെ ഭാവി ജീവിതത്തിലേക്ക് വേണ്ടിയിട്ട് ഒരു പെൻഷൻ പദ്ധതി ചെയ്യുക എന്നുള്ളത്, ഭാവിയിൽ നിങ്ങൾക്ക് എത്രയാണോ പെൻഷൻ കിട്ടേണ്ടത് അതിനനുസരിച്ചുള്ള ഒരു പെൻഷൻ പ്ലാൻ നിങ്ങൾ വാങ്ങി വയ്ക്കുക. അത് ഏതാണോ സ്ഥാപനം നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യം എന്ന് തോന്നുന്നത് ആ സ്ഥാപനത്തിൽ നിന്ന് വാങ്ങി വയ്ക്കുക. അതുപോലെ ആരോഗ്യ ഇൻഷുറൻസ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ചികിത്സാ ചെലവ് വളരെയധികം വർദ്ധിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ചികിത്സാ ചെലവിന് നമ്മൾ സമ്പാദിച്ചു വെച്ച പണം എടുത്ത് ചിലവാക്കുക എന്ന് പറയുന്നത് അത് നിങ്ങൾക്കും ബുദ്ധിമുട്ടാവും, നിങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്കും ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും ഒരു പെൻഷൻ പ്ലാനും ഒരു ആരോഗ്യ ഇൻഷുറൻസും നിർബന്ധമായിട്ടും എടുത്തു വയ്ക്കുക. ഇനി 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ, സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, നിങ്ങൾക്ക് പെൻഷൻ പദ്ധതി ഇതുവരെ ചേർന്നിട്ടില്ല എങ്കിൽ, ആരോഗ്യ ഇൻഷുറൻസ് ഇതുവരെ എടുക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ, നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ നിങ്ങൾ മിക്കവാറും മക്കളുടെ മക്കളെ നോക്കുക എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ജോലി. തീർച്ചയായിട്ടും ആ മക്കളുടെ മക്കളെ നോക്കുമ്പോൾ ഈ മക്കളിപ്പോൾ വേറൊരു ഹൗസ് മെയ്ഡിനെ വെക്കുകയാണെങ്കിൽ അവർക്ക് ശമ്പളം കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആ മക്കളുടേതാണ്. അപ്പോൾ ഈ മക്കൾ നിങ്ങൾക്ക് ആ പണം തരാൻ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾക്കതൊരു ഇൻകമായിട്ട് മാറും. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ കൈ നീട്ടേണ്ട ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത്. സാധാരണ ഒരു ഹൗസ് മെയ്ഡിനെ വെക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു 17,000 മുതൽ 25,000 30,000 രൂപ വരെ ശമ്പളം കൊടുക്കണം. ഈ ശമ്പളം സ്വന്തം രക്ഷിതാക്കൾക്ക് കൊടുക്കാൻ മക്കൾ തയ്യാറായാൽ ആ കുടുംബത്തിൽ
ഈ അച്ഛൻ്റെ അമ്മയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അച്ഛനും അമ്മയും മക്കളോട് കൈനീട്ടേണ്ട ആവശ്യമില്ല. അതുപോലെ കുടുംബത്തിൽ എന്നും സമാധാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. ഇനി മക്കളായതുകൊണ്ട് തന്നെ അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അവരത് മക്കൾക്കൊരാവശ്യം വരികയാണെങ്കിൽ മക്കളെ തന്നെ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു നല്ല കുടുംബാന്തരീക്ഷം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. അതോടൊപ്പം നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, പെൻഷൻ പ്ലാന്, വാഹന ഇൻഷുറൻസ് ഇതെല്ലാം എടുക്കാൻ വേണ്ടി ഒരു ഏജൻറ്റിനെ, ഇൻഷുറൻസ് ഏജൻറ്റിനെ, പ്രൊഫഷണൽ ഇൻഷുറൻസ് ഏജൻറ്റിനെ അന്വേഷിക്കുന്നുവെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ കൊടുക്കാം. അതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി വനിതാ ദിന ആശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.